മുതുവൊക്കെയാണ് ചിക്കൻ ബോസ് ഒന്നും വെടിവെച്ചിട്ടാണ് മുട്ടക്കുന്ന് പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കാരണം ഈ നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മൾ കാറെടുത്ത് ഏറ്റവും അകത്തുകൊണ്ടിട്ട് ബട്ട് ഇതിന്റെ ചുറ്റാകെ ഫുള്ള് കാറ് ഒരു കപ്പടിച്ച ഷോട്ട് പാൻറ്റോ കെട്ടാ 50,000 അല്ലടാ പോയുള്ളൂ. 100 ജാക്കറ്റ് ഹെൽപ്പ് ചെയ്യണോടാ. നമ്മളെ വ്ളോഗിന്റെ ഫസ്റ്റ് ഡേ ആണ്. വാഗമനാണ് ട്രിപ്പ്. വാഗമന് ഇല്ലിക്കല്ല് അങ്ങനെ കുറച്ച് പരിപാടി. നമ്മളിപ്പോൾ ഈരാറ്റ് വെട്ടത്തില്ല. ഇതാണ് നമ്മുടെ റൂം ടോയ്ലറ്റ് ആണ് ഈ കാണിച്ചു തരാം. ഇതാണ് ടോയ്ലറ്റ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൽ നമ്മളെ വിസ്മലുണ്ട്, നമ്മളെ അജ്മലുണ്ട്, നമ്മളെ സിദ്ദിഖുണ്ട്, അതേപോലെ നമ്മളെ അതുലുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് തന്നുകൊണ്ട് നാളെ എവിടെ പോകണം എങ്ങനെ പോകണം എന്ന് അറിയില്ല. നാളെ നമ്മൾ ഫസ്റ്റ് ഇല്ലിക്കല്ലായിരിക്കും, പിന്നെ വാഗമൻ. ഇവിടെ റൂം എടുത്തതിൻ്റെ കാര്യം ഇന്ന് കാന്താര ഇറങ്ങുന്ന ദിവസമാണ്. നമുക്ക് കാന്താര ഒന്ന് കാണാൻ പോകണം. പിന്നെ ചെറുക്കൻ ചെന്നൈയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ ഒരുപാട് കൊണ്ടുവന്നേക്കാൻ ട്രിപ്പിന് വേണ്ടി മാത്രം. പിന്നെ നമ്മളെ സിദ്ദിഖിൻ്റെ പുറത്ത് ഈ കുരുവെന്ന് നോക്കണ്ട, അതെല്ലാം അവൻ ചിക്കൻ ബോസ് വന്നിട്ട് പോയതാണെന്ന് പറഞ്ഞു. ഗേസിന്റെ മുതുവൊക്കെയാണ് ചിക്കൻ ബോസ് വന്നണക്കല്ല വെടിവെച്ചിട്ടാണ് കൊണ്ട് മുതുവത്തം മുഖത്തോ നോക്കട്ടാ. ഇത് വേറെ ഗേസ് അല്ലെങ്കിൽ സുന്ദരനും സുമുഖനുമായിരുന്നു. അജ്മൽ എന്തെങ്കിലും പറയണ്ടോ? എവിടെ ബഡ്ജറ്റ് റൂമിന്റെ കാര്യം പറയടാ. നമ്മൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. അവസാനം നമുക്ക് ഒരു ഉചിതമായ സമയത്ത് നമുക്ക് ഉചിതമായ റൂം കിട്ടി. ഇവിടെ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് കുണ്ടുകൾ കൊണ്ട് അവന്മാർ പല റൂമിന് പല റേറ്റായിരിക്കും പറയുന്നത്. 2-3 സ്ഥലത്ത് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് റേറ്റിംഗ് ആയിട്ട് മനസ്സിലാവും. നമ്മളിനി പോകുമ്പോൾ തിയേറ്ററിന്റെ പേര് എന്താടാ? സൂര്യ തിയേറ്ററിൽ പോയാൽ നമ്മൾ കാണാൻ പോകുന്നത്. സൂര്യ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് വേറെ എന്തോ ഓർമ്മ വരുന്നു. ഇവനെ തേച്ചിട്ട് കൊച്ചിന്റെ പേര് സൂര്യ എന്നാണ്. നമുക്ക് സൂര്യ തിയേറ്ററിൽ പോയി കാന്താര പോയി കണ്ടിട്ട് 12 മണിക്കാണ് ഷോ. ഇവിടെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പം എത്ര മണിയായി? ഇപ്പോൾ 10:45 നമ്മൾ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് 2 മണിയൊക്കെ ആയിട്ട് വരും. എന്നിട്ട് രാവിലെ എപ്പോൾ എണീക്കുന്നു അപ്പം നേരെ ഇല്ലിക്കല്ല്, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ്, പിന്നെ വാഗമൻ കാണാൻ പറ്റിയ സ്പോട്ടുകളെല്ലാം പോകുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം. ഇനി കാന്താര കാണാൻ പോവുകയാണ്. പിന്നെ ഫുഡ് കഴിച്ചാലും പറഞ്ഞില്ല, നമ്മൾ കുറച്ച് ലക്ഷറി ആയിട്ട് കഴിച്ചിട്ട് ഒരു 10,000 രൂപ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ നമുക്ക് ഫുഡൊക്കെ കുറച്ച് ചുരുക്കണം. അപ്പോൾ നമ്മൾ പോപ്കോണും ചായയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയിട്ട് വരാം. പക്ഷേ അപ്പോൾ കാന്താരൊക്കെ കണ്ട് നമ്മൾ 3:15 കൂടി തിരിച്ചെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ എപ്പോൾ എണീക്കും അപ്പോൾ നമ്മൾ നേരെ ഇല്ലിക്ക് കല്ലിട്ട് പോകും. പിന്നെ അജ്മൽ എന്തോ ഉടായ്പ പരിപാടിയൊക്കെ കാണിച്ചിട്ട് റൂമൊക്കെ നല്ലതാക്കി തണുപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കോൽ ഒരു കഴിഞ്ഞാൽ ലൈറ്റും ഇതെല്ലാം അണയും. എത്ര ഇത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ എന്തോ ചെയ്തിട്ട് താക്കോൽ ഊരിട്ടും AC ഇടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇന്നലെ നമുക്ക് പിന്നെ കാന്താര കാണാണെങ്കിൽ പെട്ടെന്ന് കണ്ടോ നാളെപ്പോഴത്തേക്ക് ഒരെണ്ണം സ്പോയിലർ അടിച്ചിറക്കും. പൈസ ഒക്കെ വാങ്ങിച്ച് കണ്ടാണോ റിവ്യൂ ഒക്കെ അടിക്കും. അതിന് പോയി കണ്ടോ ഇവനൊക്കെ ഇവിടെ കിടന്ന് നോക്കടാ. എത്ര മണിക്ക് എണീക്കും രാവിലെ? അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഡയറക്റ്റ് ഇല്ലിക്ക് കല്ല്. ഇപ്പോൾ സമയം 8 മണി. ഞാനും ഇതെല്ലാം അവനും എണീച്ചു. ഇപ്പോഴാ ഇവനെ എണീച്ചു. ബാക്കി 2 പേര് പോസ്റ്റ് കണക്ക് കിടന്നുറങ്ങുന്നുണ്ട്. ഇന്നലെ തന്നെ വന്ന് ഇവിടെ റൂമെടുത്ത കാര്യം ഇന്ന് രാവിലെ എണീച്ചിട്ട് കറങ്ങാൻ പോകാനാണ്. സത്യം പറഞ്ഞാൽ 8 മണിക്ക് എണീച്ച് ഇനി 9 മണിയൊക്കെ ആവും പോകാൻ വേണ്ടി. ഇന്നലെ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ 8 മണി എണീടാ 8 മണിയാടാ എണീടാ 8 മണിയായി റെഡിയാവും. ഇവന്മാർ എപ്പോൾ എണീക്കൊന്നും ഇട്ട് നമുക്ക് പല്ലേക്ക് തരിട്ടില്ല. നമ്മളൊക്കെ കറക്റ്റ് 8 മണിക്ക് എണീച്ചതാണ്. അജ്മലൊക്കെ എണീച്ചിട്ട് വീണ്ടും കിടന്നുറക്കമായി. അവനും എണീച്ച് കുളിച്ചിട്ട് വീണ്ടും ഉറക്കമായി. അതിൽ പിന്നെ റെസ്റ്റ് എടുക്കുകയാണ്. ഈ ഒരുത്തമുണ്ട്. ഇവനാണ് എവിടെ പോകാൻ നേരത്തെ ലേറ്റ്. എത്ര മണിക്കടാ കുളിക്കാൻ കയറിയത്? 10 മിനിറ്റ്. പണ്ട് കോളേജ് പറഞ്ഞ സമയത്തും ഇവന്മാരെല്ലാ ദിവസവും 10 മണിക്കാണ് വന്നോണ്ട്. അത് മെയിൻ കാര്യം. ഈ ചെറുക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല. നമ്മൾ ഇവിടെ വരാൻ നേരത്തെ ഒരു അടുപ്പിച്ച് നമ്മളെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യിപ്പിച്ച് വെളിയിലേക്ക്. വെയിലെന്ന് വെച്ചാൽ കൊട്ട വെയിലായി. രാവിലെ കൂടെ നമ്മളെ കൂടെ ഇല്ലെങ്കിലും വേറൊരു പയ്യനുണ്ട്, നമ്മുടെ അജാസ്. പറഞ്ഞല്ലടാ മൈരി ഇവിടെ വല്ല ഇറങ്ങി വയ്ക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ കണ്ടോണ്ടൊക്കെ ഇരുന്നോ? ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക്. ചെറുക്കൻ വന്നതിന് ശേഷം നേപ്പാൾ ട്രിപ്പ് ഉണ്ട്. ഇവൻ വന്നാൽ മാത്രം. കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ മസാല ദോശ, സിദ്ദിഖ് മസാല ദോശ, ഇവന്മാരൊക്കെ പൂരി. താണ്ട ഇവ ഇപ്പോഴും വിളിച്ച് നമ്മളെ കണ്ട് കൊതിയിട്ടോണ്ടിരിക്കുകയാണ്. നമ്മളെ മുട്ടക്കുന്ന് പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. കാരണം അവിടെ ഭയങ്കര വെയിലാണ്. കയറി കഴിഞ്ഞാൽ അത് എനിക്ക് മുട്ടയാവും. ഇപ്പൊ എത്ര മണിയാടാ? 11 മണിയായി. രാവിലെ 7 മണിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മളാണ് ഇപ്പോൾ 11 മണിക്കാണ് ആദ്യത്തെ സ്പോട്ട് എത്തിയത്. ഇനി നമ്മൾ മറ്റേ പൈൻ ഫോറസ്റ്റ് പോകണം. പിന്നെ മറ്റേ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത കുട്ടിക്കാനത്ത് പോകണം. കുറച്ച് നാൾ ലീവൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിവിടെ ലീവ് എടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ വീണ്ടും കുറച്ചാൾ ലീവ് കിട്ടും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്.
മിക്കുള്ളവന്മാരും ജോലിക്കൊന്നും പോയിട്ടില്ല, പഠിക്കാൻ പോകണം, പിള്ളേരും ലീവൊക്കെ എടുത്ത്. നമ്മൾ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് കോളേജിൽ പോകണമെന്ന് ഇറങ്ങി കുറെ കപ്പിൾസ് ഇവിടെ വന്നിരുന്നു കറങ്ങുന്നുണ്ട്. പാട്ട് ഓഫ് കോപ്പറേറ്റ് അടിക്കണോ? അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കുറച്ച് വ്യൂസും കാണാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിൻ്റെ അത്ര കയറാൻ പറ്റിയ കൊള്ളാം. എന്നല്ലടാ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണടാ. ഇല്ലടാ, ഇതേ കെട്ടിയിട്ടുണ്ടാ. ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കാണത്, കാണിച്ചു തരാം. കിളികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവന്റെ വീട്ടിന്റെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കടലുണ്ടോ? കടലില്ല ഗൈസ്. പിന്നെ ഇന്നിവിടെ കോടയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ചെറിയ തണുപ്പുണ്ടല്ലോ. ഹലോ ഗൈസ്, ഇവിടെ നമ്മളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് ചില്ലടിക്കുമ്പോൾ നമ്മളെ പയ്യൻ സിദ്ധിക്ക് മാത്രം അവിടെ ചേരുന്ന് ഡിപ്രഷനിലാണ്. ചെറുതായിട്ടൊരു നമ്പർ മാറിപ്പോയെന്നേ ഉള്ളൂ. ഉറക്കപ്പോഴും എന്തെങ്കിലും രാവിലെ എണീച്ച് ഓർഡർ T01 വരെ ചെറുക്കൻ T02 ഇറക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 100 ചാക്ക് തിരിച്ച് കയറ്റണം. അതേ 50,000 രൂപയല്ലടാ പോയുള്ളൂ. 100 ചാക്കായിട്ട് ഹെൽപ്പ് ചെയ്യണോടാ. എത്ര രൂപ നഷ്ടമാടാ? എത്ര രൂപ ലോസ്? 30,000 രൂപ ഒറ്റ ഫണ്ട് ലോസ്. അജാസ്, നീ പ്രത്യേകിച്ച് വരണം. ഇത് മാട്രിമണി സൈറ്റ് ഇടാൻ വേണ്ടിയാണ്. ചെറുക്കൻ ഡിപ്രഷനൊക്കെ വിട്ട് പോസിങ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിയത് എല്ലാത്തിലും ഒറ്റ പോസേ ഉള്ളൂ. ആ പോസ് ഇടാ. പിന്നെ ഞാൻ ഹാൻഡിലും സംക്രാന്തിക്കൊക്കെ ഓരോ ഫോട്ടോ എടുക്കാറുള്ളതുകൊണ്ട് ഒറ്റ പോസായാലും കുഴപ്പമില്ല. ഇവൻ കുറച്ച് ടെറർ ലുക്കിലെ പിക്സ് മാത്രമേ ഇടാറുള്ളൂ. നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ വാഗമന് പ്രത്യേകിച്ച് സ്പോട്ടൊന്നും കയറുന്നില്ല. നമ്മൾ നേരെ ചാർലി ഷൂട്ട് ചെയ്ത സ്ഥലം ലാടത്തിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണ വഴിക്ക് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത ഇല്ലിക്കൽ കല്ലൂടെ കയറണം. ഇന്നിപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് എവിടെയും കയറാൻ വേണ്ടി തോന്നുന്നില്ല. ലോങ്ങസ്റ്റ് കയറണം. പിന്നെ നമ്മളെ ചെറുക്കാൻ വിസ്മല ഇന്ന് സിപ്പ് ലൈനിൽ കയറണം എന്നാണ് പറയുന്നത്. അവൻ കയറുമെങ്കിൽ അജ്മലും കയറും, അവന്മാർ 2 കയറുമെങ്കിൽ ഞാനും കയറും. പക്ഷെ എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുണ്ട്. പിന്നെ അതുല് കയറടാ, അതുലിന് പേടിയാണ്. നമ്മൾ കയറി കഴിഞ്ഞാൽ സിദ്ദിഖിന് പേടിയൊന്നുമില്ല. പക്ഷേ നമ്മളെ ട്രിപ്പിൽ മുബാറക്ക് എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു. അവൻ വന്നിരുന്നെങ്കിൽ അവൻ ഒന്നിലും കയറില്ലായിരുന്നു. പേടിച്ച് തൂറിയാണ് മുബാരക്ക്. അവൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. വണ്ടർലയിൽ 1400 കൊടുത്ത് ട്രിപ്പിന് പോയിട്ട് അവൻ ആകെ ഇറങ്ങിയത് പൂളിൽ മാത്രമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആറ്റിറ്റ്യൂഡ് ആണെന്നും പറയും. കയ്യും കെട്ടി എല്ലാ ഫോട്ടോയും നിൽക്കുകയും ചെയ്യും. പിന്നെ അവൻ്റെ എന്തോ സ്റ്റിക്കർ വയ്ക്കുന്ന പറഞ്ഞാൽ അവൻ്റെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെടാ ചാർലി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ 7 കിലോമീറ്റർ മുമ്പ് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ കാറൊക്കെ എത്തി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നതാണ്. ഇന്നലെ നമ്മൾ കാന്താര കാണാൻ പോകേണ്ടാണെന്ന് തോന്നുന്നു. നല്ല രീതിക്ക് ഉറക്കം പറഞ്ഞുണ്ട്. അജ്മലൊക്കെ കമ്മിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കായിരുന്നു. അതേപോലെ നല്ലക്ക് വെയിൽ. വാഗമൻ നമുക്ക് ഒരുപാട് സ്പോട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് മിക്കുള്ള സ്പോട്ടിലും പോയിട്ടുണ്ട്. പിന്നെ പൈൻ ഫോറസ്റ്റ് അതുവരെ ചെന്നുകൊണ്ട് പോയതാണ്. പിന്നെ ഈ കുട്ടിക്കാനത്ത് ഈ ഒരു ചാർലി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങോട്ടൊന്നും വലിയ തിരക്കൊന്നുമില്ല, ഒരു വണ്ടി പോലും ഇല്ല. പക്ഷേ വാഗമന് എല്ലാ ഭാഗത്തും നല്ലേക്ക് തിരക്കുണ്ട്. പറഞ്ഞ വഴിക്ക് നമ്മളെ കാർ എവിടേക്ക് ഒന്ന് തട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. എടാ ഇതുള്ളടാ ഈ സാധനം കണ്ടാ? അതൊരു ബാഗ് ഇട്ടാലാ? സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സ്ഥിരം ബൈക്ക് ഓടിക്കുന്നുണ്ട്. ഞാൻ ബൈക്കിൻ്റെ ലൊക്കേഷനായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ ഇടവഴി ഗട്ടറുള്ള വഴിയൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് കാറിൻ്റെ അടിയൊക്കെ ഇടിച്ചു. അതും വളരെ ചെറിയ വഴി കൂടിയാണ് വന്നത്. അങ്ങനെ സംശയം തോന്നി നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ബൈക്കിൻ്റെ ഇട്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. പിന്നെ കാറിൻ്റെ ഇട്ട് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 550 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ചാർലി ഫിലിം എടുത്ത ലൊക്കേഷനിലോട്ട് നമ്മളെത്തും. ആഡം എസ്റ്റേറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് ആ സൈഡത്തെ ഫ്ലാപ്പ് ഊരിയിട്ട് അത് ഒരു ബാഗിൽ ഇടണം, ഇല്ലെങ്കിൽ അത് പോകും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നടന്ന് അകത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ശുദ്ധമായ വെള്ളം, വിട്ട് ചെളി, കാലൊന്ന് കഴുകണം. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് ആ ഒരു വെയിലിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ പോയി. ചെറിയ തണുപ്പുമില്ല, കോടയില്ലാത്തൊരു സാമട്ട്. പിന്നെ ഇങ്ങോട്ട് കാറ് കയറ്റി വിടില്ല. കാരണം കണ്ടല്ലോ, നിൻ്റെ കാറ് കയറ്റിയിരുന്നെങ്കിൽ ഇവിടെ വെച്ച് എൻജിൻ ഇടിച്ചേനെ ഇതിൽ. അതാണ് അവിടെ കുളം, ചാർലിയിലെ കുളം. യെസ്, നമ്മൾ ചാർലിയിലെ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഗൈസ്.
close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah. ആ സ്പോട്ടിൽ നിന്ന് കുറച്ച് നടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നൈസ് ഒരു സ്പോട്ട്. ഇതെന്തോ കിണർ എന്തോ ആണ്, നല്ല രീതിക്ക് ആഴമുണ്ട്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ്. ക്യാമറയിൽ എന്തുമാത്രം പിടിക്കുമെന്ന് അറിയാൻ വയ്യ. ഇത് മുക്കി തള്ളിയിടലടാ, ഇത് മുക്കി കാണിച്ചു കഴിഞ്ഞാൽ സാധനവും അടിച്ചു പോകും. ഞാനും തിരിച്ച് കയറാൻ വളരെയധികം ചാൻസ് കുറവാണ്. പിന്നെ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ആരും ഇറങ്ങി കുളിക്കുന്നില്ല. ഇതിലാഴമുണ്ട്, പ്ലാന്റ്സ് സൈഡിൽ നിന്നാണ് പിടിച്ചിരിക്കണം. നീ കണ്ട ആ സൈഡിൽ ആഴം. ഒരു കപ്പടിച്ച ഷോട്ട് പക്ഷെ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചോളൂ ഇപ്പൊ വീടൊന്ന് അവിടെ നിന്ന് നേരെ ഓടി വന്ന് ചാടി ഇവിടെ നിന്ന് തെന്നി നേരെ ഇങ്ങ് വന്നു. നോക്ക് പാൻറ് നോക്കട്ടാ. എടാ കുഴപ്പമില്ലേ? എടാ അടുത്ത നീ ആട് നോക്കട്ടെ. ചെരുപ്പ് തെറ്റിയതാണ് അവിടെ നിന്ന് ഇതുവരെ വന്ന്. കുഴപ്പമൊന്നുമില്ല, തിരിഞ്ഞാ നോക്കട്ടെ. ഇവിടെ എന്തിനാ ഇത്? പിന്നല്ലാതെ ചെളിയല്ലാതെ വീഡിയോ എടുത്ത്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് മുമ്പ് ഫുഡ് കഴിക്കുക. പിന്നെ ഇനി ഒറ്റ ലൊക്കേഷൻ മാത്രമേ കാണും, മിക്കവാറും ഇല്ലിക്കൽ കല്ലായിരിക്കും. അവിടെ പോയിട്ട് നേരെ വീട്ടിലോട്ട്. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മിക്കവാറും കോടയൊക്കെ കാണാൻ പറ്റും പോകുന്നതിന് മുമ്പ് തന്നെ വെച്ചിട്ട്. അടുത്ത സ്പോട്ട് ടീ ഫാക്ടറി. നമുക്ക് ഇനി ഇല്ലിക്കൽ കല്ല് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലിക്കൽ കല്ല് ക്യാൻസൽ ചെയ്ത് ഇനി മിക്കവാറും ഇപ്പോൾ തേക്കടിയിലായിരിക്കും പോകുന്നത്. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് കുറച്ച് തേയിലയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. നമ്മളെ ഫാക്ടറി വിസിറ്റ് പരിപാടി തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ ഒരു ഫാക്ടറി പോയപ്പോൾ അവിടെ പറഞ്ഞത് 100 രൂപയെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ 150 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നടക്കുന്നത്. നമ്മൾ ഫാക്ടറി കയറുന്നില്ല, ബട്ട് നമ്മൾ തേയില ഇവർ ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമ്മളെ തേക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം നമ്മളകത്ത് മുതലാളി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പോയി എത്ര മണിവരെ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ അവസാനം വെറുതെ നോക്ക്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന നേരത്ത് കുറെ എണ്ണം നമ്മളെ തേക്കാൻ നോക്കിയ, പക്ഷെ ഒന്നിനും നമ്മൾ വീണില്ല. ആദ്യം നെക്സ്റ്റ് ലൊക്കേഷൻ തേക്കടി, ഇല്ലിക്കൽ കല്ല് ക്യാൻസൽ. നമ്മൾ ഏവിന്റെ ഫാക്ടറി വന്നിട്ട് ചായപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഇവന് 1 കിലോ, ഇവനൊരു കിലോ, ഇവനൊരു കിലോ. അവനൊന്നും വാങ്ങിച്ചില്ല. ഇനി ചായയൊന്നും എനിക്കില്ല, താല്പര്യമുള്ള പരിപാടിയല്ല. പിന്നെ വീട്ടിൽ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നമാകും. ഇത് കാണുന്നതൊക്കെ അറിയാം. സാധനം ഞാൻ തൂക്കിയിട്ടുണ്ട്. ഇതും കൊണ്ട് വീട്ടിൽ ഒരു ഫാക്ടറി ഔട്ടിൽ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് ഇന്ന് ഫാക്ടറി ഔട്ടിൽ തന്നെ കുടിച്ച ചായ അത്ര പന്തി അല്ലായിരുന്നു. കൊള്ളാനാടാ നിനക്കാ? കോഫി ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ചായ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ തേക്കടി ഡാമിൽ പോയിട്ട് കാണാം. അമ്മ തേക്കടി പ്ലാൻ നല്ല രീതിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇല്ലിക്കൽ കല്ല് പോലും എത്തത്തില്ല. പിന്നെ തേക്കടിയിൽ ബോട്ടിങ് 3:30 വരെ ഉള്ളൂ. ഇവിടെ എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് 24 മണിക്കൂറും ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. അത് ഈ എക്കോ ടൂറിസം ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല. ഇന്ന് ഫുള്ള് ബുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ നടന്ന് ഈ റിസർവെയറൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ്. ഈ നമുക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മൾ കാറെടുത്ത് ഏറ്റവും അകത്ത് കൊണ്ടിട്ട്, ബട്ട് ഇതിൻ്റെ ചുറ്റാകെ ഫുള്ള് കാറ് 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 കാറ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 8 മണിക്ക് ഇതെല്ലാം എടുക്കൂ. അതുവരെയും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതും ഈ ഇന്നോവയുടെ ടയർ പഞ്ചറുമാണ്. ഇവരെല്ലാം വണ്ടിക്കകത്ത് എമർജൻസി നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും 1, 2, 3 വണ്ടിയുടെ ഓണറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പോകാൻ പറ്റും. എന്താ തീർക്കും നമ്മൾ മാത്രമേ വണ്ടിക്കകത്ത് നമ്പറൊന്നും എഴുതി വെക്കാതുള്ളൂ. നമ്മളെല്ലാ വണ്ടിയുടെയും ഓണറിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓണറിനെ മാത്രം അറിയാൻ പോയാൽ ഇസ്ക ഓണർ കഹാഹേ പത്താനയും. ഈ ഹിന്ദിക്കാർക്കും ഇതാണ് സെയിം പ്രശ്നം. പക്ഷെ അവരെ വണ്ടി അതിൻ്റെ അപ്പുറത്താണ് നടക്കുന്നത്. 6:10 ഇപ്പോഴും ഇതിൻ്റെ ഓണറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചെറുക്കനും പോകാൻ പറ്റില്ല. വിച്ച് സ്റ്റാൻഡേർഡ് ആർ യു സ്റ്റഡിങ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വിച്ച് സ്റ്റേറ്റ്? ഹൈദരാബാദ്, തെലങ്കാന. ആ വണ്ടിയുടെ ഓണർ വെറും ഒരു മയറിനായിരുന്നു. അവന് വണ്ടി നീക്കാൻ പറ്റൂല. അവൻ അത് വേണം ഇത് വേണം. നമ്പർ എഴുതി വെച്ചിട്ട് വിവരം പോലും അവൻ കാണിച്ചില്ല. വണ്ടി ഇറക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് കണ്ടോ ഗൈസ്? വണ്ടി കിടന്ന് വന്ന് മൊത്തത്തിൽ പൂഞ്ചി പുണ്ടിന്റെ വണ്ടി ഉറച്ചിട്ടങ്ങ് പോയാലടാ. അവൻ ഈ ലോകത്തൊന്നും ഇല്ലാത്ത മോണപ്പ്. പരിപാടി കഴിഞ്ഞിട്ടില്ലേ വരാൻ പറ്റൂ. അപ്പൊ ഈ ഒരു ട്രിപ്പിലെ ലാസ്റ്റ് ഫുഡ് അടിയാണ്. നമ്മൾ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താടാ പറഞ്ഞത്? അതുപോലെ നീ ഇവര് മാത്രം വേറെ എന്തോ. പിന്നെ നമ്മൾ അജാസിന്റെ സ്പൈസിയിലാണ് എത്തിയിട്ടുള്ളത്. അജാസെ നീ വീഡിയോ കാണുന്ന പറഞ്ഞാൽ അജാസിന്റെ ഒന്നും പറയണ്ടോ? മറ്റേ മൂത്തമാരെ മോനെ നമ്മൾ കണ്ട്. നിന്റെ മൂത്തമാരെ മോനാണ് കൗണ്ടർ ചെയ്യുന്നത്. നീ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആളിയാ. ഞങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നു. അടിച്ച ട്രിപ്പിന്റെ ബഡ്ജറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. എത്ര രൂപ ആയെന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് പറയാം. പിന്നെ കാറിൽ ഇനി എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണോടാ?
500. കാറിൽ 3500 രൂപയ്ക്ക് പെട്രോൾ ആയിട്ടുണ്ട്. അതിൽ പകുതി വമിക്കുകയാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്.